നമസ്തേ സർ. നമസ്തേ സർ, നമ്മുടെ World War III പോകുമെന്ന് വിചാരിച്ച ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് ഏകദേശം തീരണ മട്ടിലാണെന്ന് കേൾക്കുന്നു. അതിന് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണെന്ന് കേൾക്കുന്നു. അതിൽ നരേന്ദ്രമോദിക്കോ ഇന്ത്യക്കോ യാതൊരു പങ്കും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം, ഇന്ത്യൻ കോൺഗ്രസിന്റെ വാദം. സർ എന്ത് പറയുന്നു? അത് പറഞ്ഞ് ഇത്ര എടുക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ പഞ്ചപാണ്ഡവന്മാര് കട്ടിൽക്കാല് പോലെ 3 എന്നിങ്ങനെ കാണിക്കുന്ന പോലെ കോൺഗ്രസ്സുകാര് പറയുന്നതെല്ലാം അങ്ങനെയാണ്. അവരവിടുത്തെ ഇഷ്യൂവിനെ സംബന്ധിച്ചോ, അതായത് ആ ഒരു യുദ്ധത്തിലേക്ക് ആ മേഖലയെ മധ്യേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യത്തെ കുറിച്ചോ, യുദ്ധം അനിവാര്യമാക്കിയ അന്തരീക്ഷത്തെ കുറിച്ചോ, കടന്നു പോകുന്ന വഴികളെ കുറിച്ചോ, വിജയപരാജയ സാധ്യതകളെ കുറിച്ചോ, അത് ലോകത്തിനുണ്ടാക്കാൻ പോകുന്ന കെടുതിയെ കുറിച്ചോ ഒന്നുമല്ല അവരുടെ വിഷയം. ഇതെങ്ങനെയാണ് നരേന്ദ്രമോദിയെ താഴെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള നോട്ടം. അതിനിടയ്ക്ക് ആദ്യം വരുന്നൊരു പിടിത്തരമുണ്ട്. എന്നാൽ ജയറാം രമേശാ പറഞ്ഞത്, ഇതെല്ലാം സെറ്റിലാകാതായി വന്നപ്പം മധ്യസ്ഥത വഹിക്കാനും അനുനയ ശ്രമം നടത്താനും അവസരം വന്നപ്പോൾ പാകിസ്ഥാനാണ് വിശ്വഗുരു നരേന്ദ്രമോദിക്ക് അവിടെ സ്ഥാനമില്ലെന്ന്. ചേട്ടാ, ആദ്യം അവരറിയട്ടെ. ഞാൻ ആദ്യം കട്ടിൽക്കാലിൽ ഉദാഹരണം പറഞ്ഞ പോലെ, വിശ്വഗുരു എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ല. വിശ്വഗുരുവായിട്ട് നരേന്ദ്രമോദി ആകുമെന്ന് ആരും വിചാരിക്കുന്നില്ല, ആക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല, ആണെന്നാരും അവകാശപ്പെടുന്നുമില്ല. വിശ്വഗുരു പദവി ഭാരതത്തിന്, ഭാരത മാതാവിന് ഉണ്ടാകണമെന്നാണ് വിവേകാനന്ദൻ ആഗ്രഹിച്ചത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ലക്ഷ്യം വെക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നതും ഭാരതം വിശ്വഗുരുവാകണമെന്നാണ്. അല്ലാതെ നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജീവ് ചന്ദ്രശേഖരോ ആകണമെന്നല്ല. അപ്പൊ അങ്ങനെ പറയുമ്പം അവിടെ പോലും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിനുള്ള ആ ലക്ഷ്യത്തെ പോലെ അവഹേളിക്കുന്ന അവരുടെ പക്വതയില്ലായ്മ, അറിവില്ലായ്മ, വിവരമില്ലായ്മ, അതാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്, ഇപ്പോഴീ യുദ്ധത്തിന്, ഏത് യുദ്ധത്തിലാണെങ്കിലും അതിന് എല്ലാവർക്കും കയറി മധ്യസ്ഥരാവാൻ പറ്റില്ല. പാകിസ്ഥാനോട്ട് ആയിട്ടുമില്ല. പാകിസ്ഥാൻ പറഞ്ഞത് 2 കൂട്ടർക്ക് സമ്മതമാണെങ്കിൽ, അമേരിക്കയ്ക്കും ഇറാനും അതിന് സമ്മതമാണെങ്കിൽ, ഇസ്ലാമാബാദ് വെച്ച്, അതായത് പാകിസ്ഥാനി വെച്ച് അതിന്റെ കൂടിയാലോചനയ്ക്ക് വേണ്ട അവസരം ഞങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞാൽ കസേരയും ഒക്കെ ഞങ്ങൾ ഒഴിച്ചിടാം, വേണ്ട മറ്റു സൗകര്യങ്ങൾ ചെയ്തു തരാം, അവിടെ ഏറാൻ മൂളിയായിട്ട് ഞാൻ നിന്നോളാം. ഇതിനപ്പുറമായിട്ട് പാകിസ്ഥാൻ അവിടെ എന്ത് റോളാ ഉള്ളത്? കാരണം പാകിസ്ഥാൻ രണ്ടുപേരെയും പേടിയാണ്, രണ്ടുപേരും വേണം, അതാണ് സംഭവം. അതല്ല, പാകിസ്ഥാന് അതെ 2 കൂട്ടരെയും പേടി, 2 ദിവസം വേണം, 2 കൂട്ടരുടെ ആനുകൂല്യങ്ങൾ വേണം. അതെ അതെ, അമേരിക്കയുടെ വേണം. അമേരിക്കയുടെ ആശ്രിത രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ മുള്ള മുനീറിന് ട്രംപിനോട് തിരിഞ്ഞൊന്നൊരു വാക്കും ഉണ്ടാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ അവർക്ക് ഇറാനും വേണം, ചൈന. ഈ യുദ്ധത്തിലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത്, ആ ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാ. യുദ്ധം എന്ന് പറയുന്നത് ഒരു വശത്ത് അമേരിക്ക ചൈനയെ ലക്ഷ്യമാക്കിയിട്ടിരിക്കുന്ന പോരാണ് ഈ യുദ്ധം. അപ്പൊ 2 കൂട്ടരെയും പാകിസ്ഥാന് വേണം. പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ യുദ്ധത്തിനകത്ത് ആദ്യം നമ്മൾ അല്പം സ്റ്റാർട്ടിങ് തുടങ്ങാം. ഏതാ അനുനയ ശ്രമത്തിന്റെ ആദ്യം ട്രംപാണ് അനുഭവിച്ചത്. ആദ്യം പറഞ്ഞ 48 മണിക്കൂർ സമയം തരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടും, നിങ്ങളുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസ്, പവർ ഇൻസ്റ്റാളേഷൻസ് ഇതിലേക്ക് അറ്റാക്ക് ചെയ്യും. 48 മണിക്കൂറത്തെ സീസ് ഫയർ, ആ മേഖല മാത്രം. അത് പിന്നീട് അദ്ദേഹം 5 ദിവസത്തേക്ക് നീട്ടി. 5 ദിവസത്തേക്ക് ആക്രമണം ഉണ്ടാവും. അതിനുള്ളിലായിട്ട് നിങ്ങൾ ഇതുവരെ ഇടയ്ക്ക് ചില ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സമാന്തരമായ ചില ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട്, ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടെന്നുള്ള സന്ദേശം കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. 5 ദിവസം സമയം തരാം. അതേ സമയത്ത് തന്നെ ഹോർമൂസോ കർഗാദി ഐലൻഡോ
പിടിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വന്നാൽ വേണ്ട സജ്ജീകരണങ്ങൾ സൈനിക സന്നാഹങ്ങൾ, മറൈൻസിനെ ഉൾപ്പെടെ, റെഡി. അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ആവശ്യമുള്ള സൈനികരെ വരെ അങ്ങോട്ട് നീക്കുന്നതിനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് ഈ സന്ദേശം കൊടുക്കുന്നത്. 5 ദിവസത്തേക്ക് ആയുധം എടുക്കില്ല. ഈ ഇൻസ്റ്റലേഷൻ അല്ലാതുള്ളതല്ല പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം ഇറാൻ ആദ്യം പറഞ്ഞെന്താ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ചർച്ചയേ ഇല്ല. അന്ന് പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞു, ഞാൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കുന്നത്. അമേരിക്ക സംസാരിക്കുന്നത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളോട് സംസാരിക്കുന്നത്. അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ട്രംപ് കള്ളം പറയും, പച്ച കള്ളം പറയും, അവകാശവാദം, പൊള്ളയായ അവകാശവാദം പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പർട്ടിക്കുലർ കാര്യത്തില് ട്രംപ് പറഞ്ഞാൽ ശരിയെന്ന് അവസാനം വന്നിരിക്കുന്നത്. അവസാനം വന്ന എന്താ, ഒന്നല്ല 2 സമാന്തര ചർച്ചയുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇറാൻ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട സ്പീക്കർ, പേരുകൾ ഞാൻ ഒഴിവാക്കുക കാരണം കുറച്ച് ബുദ്ധിമുട്ടാ പേര് പറയാൻ വേണ്ടി. ഇറാന്റെ സ്പീക്കർ ഞാൻ അമേരിക്ക പിടിച്ചു കിട്ടും, കൊമേനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യും എന്നൊക്കെ വെച്ച് ബഹളം വെച്ച് സ്പീക്കറുമായിട്ട് ഒരു ചർച്ച. അതില് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അവരാണ് പാകിസ്ഥാനും എന്ന് ചർച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ വേറൊരു കൂട്ടര്, അതായത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, അങ്ങേരോട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ഇപ്പോഴത്തെ കൊമേനി, ഇപ്പോഴത്തെ സുപ്രീം ലീഡറാണ് മുസ്താഫ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ, അയാൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണ്. ഖമേനിയുടെ മകൻ ഉണ്ടെങ്കിൽ തന്നെ അയാള് എന്താ പറയേണ്ടത്, വളരെ മോശം അവസ്ഥയിലാണ് ശരീരമായി. എങ്ങനെങ്കിലും പെട്ടെന്നൊരു തീരുമാനമാക്കാൻ അയാൾ ആവശ്യപ്പെടുന്നതാണ് ഇന്നലെ മീഡിയ റിപ്പോർട്ട്സ് ഉണ്ട്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, പല കാരണങ്ങളുടെ പേരിൽ, അതിലും പ്രധാനമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ ഉള്ള വിരോധത്തിന്റെ പേരിൽ, കാരണം ഭാരതത്തോട് മറ്റും കാണിച്ചിട്ടുള്ള അഹങ്കാരത്തിന്റെ പേരിലും മറ്റും തന്നെ നമ്മൾ റിപ്പബ്ലിക് TV പോലുള്ളവര് ട്രംപിനോട് താല്പര്യമില്ല. അതുപോലെ തന്നെ ഇറാനെയും ഇസ്ലാമിക തീവ്രവാദികളെയും ചൈനയും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ട്രംപിനോട്, അമേരിക്കൻ പക്ഷത്തോട് താല്പര്യമില്ല, ഇസ്രായേലിനോടും താല്പര്യമില്ല. അതുകൊണ്ട് വരുന്ന മാധ്യമ വാർത്തകൾ എന്ന് പറയുന്നത് 70% ഇറാൻ അനുകൂലവും അമേരിക്കയ്ക്ക് എതിരുവാ. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്കില്ല. അതായി പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് പക്ഷെ വാർത്ത വരുന്നു പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നു. നേരത്തെ ചർച്ചയില്ലേ, പാകിസ്ഥാനിലേക്ക് പോകില്ലല്ലോ ഇപ്പം. അതുപോലെ നേരത്തെ അതേ സമയത്ത് തന്നെയാണ് ഇറാനിലെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് വേറൊരു ഗ്രൂപ്പ് ചർച്ച നടത്തുന്നു. ഈ ചർച്ചയ്ക്കകത്തൊക്കെ പങ്കെടുക്കുന്നത് ഈജിപ്റ്റ്, ടർക്കി, അതുപോലെ പാകിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇവരെല്ലാം പാകിസ്ഥാൻ സപ്പോർട്ട് ആയിരുന്നു. അവിടെ അല്ല, അതൊരു കാര്യം, ആ ഇസ്ലാമിക രാജ്യങ്ങളെ കൊണ്ടാണ്. അതായത് കാട്ടാനെ പിടിച്ചോണ്ട് വരുമ്പം താപ്പാനായിട്ട് നാട്ടാനെ ഉപയോഗിക്കുന്ന പോലെ ആ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പറയിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന കേട്ട് മിണ്ടാതിരുന്ന നിനക്കും നിന്റെ രാജ്യത്തിനും നല്ലത്. അല്ലെങ്കിൽ അമേരിക്ക പോലൊരു ശക്തിയോട്, ഇസ്രായേലിനെ പോലൊരു പടകുതിരയോട് ഒരു നീക്കാൻ നിനക്ക് പറ്റില്ല. നീ ഇതുവരെ ഇറാൻ ഇതുവരെ ചെയ്തതെന്നാ, ഇറാനെ ആക്രമിച്ചത് അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത്. അതിന് പകരം അവരാക്രമിച്ചത് ആരെയാ? സൗദി അറേബ്യയും ഖത്തറിനെയും UAEയും. എന്ന് എന്നെ ആരെങ്കിലും തല്ലെങ്കിൽ ഞാൻ വഴി കാണുന്നവരെ തല്ലുക. അതിന് പറയുന്ന ന്യായം, ഈ വഴി കാണുന്നവര് എന്നെ തല്ലവരെ കണ്ടപ്പോ ചിരിച്ചതാ എന്ന് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിസ്സാര കാരണങ്ങൾ. യഥാർത്ഥത്തില് ഇത്ര വലിയ ശക്തിയുള്ള രാജ്യമാണ് ഇറാനെങ്കിൽ ഇറാൻ ഇസ്രായേലിനെങ്കിലും ആക്രമിച്ചൂടെ? ആനുപാതികമായിട്ട് പറയുമ്പോൾ കൂടുതൽ ശല്യം ചെയ്തത് സൗദിക്കും UAEക്കും ഖത്തറിനും ഒക്കെയാണ്. അത് സൗദി ഇപ്പൊ പറഞ്ഞെന്നറിയോ, യുദ്ധം വേണം, നിർത്തരുത്,
ഇറാനെ തവിടുപൊടിയാക്കും. ഒരു തീരുമാനമാകുന്നവരെ ഇറാന്റെ ആണവ ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തിന് ഭീഷണിയാണെന്ന് പറയുന്ന പോലെ തന്നെ അടുത്ത കാലത്തെ അനുഭവം വെച്ച് പറയുമ്പം ഇറാന്റെ അയൽ രാജ്യങ്ങളായ ഈ കൂട്ടർക്കൊക്കെ അപകടകരമാണ്. സൗദി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തുതീർപ്പിന് പോകരുത്, ഇറാനെ ഒരു പരിധിയിൽ കൊണ്ട് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പൊങ്ങി വരരുത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തുർക്കി, ഈജിപ്റ്റ്, പാകിസ്ഥാനെയൊക്കെ ഇടപെടുത്തിക്കൊണ്ട്, പാകിസ്ഥാൻ അവിടെ പോലും ഗണ്യമായ റോളൊന്നുമില്ല. ഇല്ല ഇല്ല. പാകിസ്ഥാൻ ഇപ്പൊ എല്ലാ അർത്ഥത്തിലും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ പാകിസ്ഥാനിലെ പെട്രോളിന്റെ അവസ്ഥ ഇപ്പൊ എത്ര, 2 ഇരട്ടി 200% വില വർദ്ധിച്ചിരിക്കുന്നത്. കിട്ടാനില്ല, പെട്രോൾ നമ്മൾ അടിച്ചിട്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിയുടെ പ്രശ്നം, ബലൂചിസ്ഥാൻകാരുടെ പ്രശ്നം, അകത്തെ പ്രശ്നം, പുറത്തെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, എല്ലാം കൊണ്ട് കഞ്ഞുപിടിക്കാൻ നിവൃത്തിയിലാകുന്ന രാജ്യമാണ്. ഇവരിന് അവരാരെങ്കിലും ഈ പേര് പറഞ്ഞിങ്ങോട്ട് വന്നാല് എന്തെങ്കിലുമൊക്കെ പെട്ടിയിൽ ഇട്ടിട്ട് പോകും. എന്തെങ്കിലും ഒരു പക്ഷേ പെരുന്നാളൊക്കെ സമയം സക്കാത്ത് കൊടുത്തിട്ട് പോയൊക്കെ കരുതിയാണ് ഈ പാകിസ്ഥാനെ പ്രധാനമന്ത്രി ഈ അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും വരുമ്പോഴത്തേക്ക് പുതിയ കസേനയൊക്കെ കുഷിട്ടൊക്കെ പോകുന്നു. ഇതിപ്പോ ഈ പാകിസ്ഥാൻ ഇത്രയും വില കൊടുക്കുന്നത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിൽ കുറെ ജനങ്ങളാണല്ലോ. അല്ല, അത് രസമുണ്ട്. അപ്പൊ കാരണം ഒരു കാര്യം ആലോചിക്കണം, പാകിസ്ഥാന്റെ കാര്യം. ട്രംപ് മോദിയെ കുറ്റം പറഞ്ഞ ട്രംപ് കൊടുക്കൻ, പാകിസ്ഥാൻ ഇങ്ങനെ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിണറായി വിജയൻ എം.എ.ബിക്കും ഒക്കെ ആഘോഷിക്കാൻ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് ആലോചിക്കേണ്ട കാര്യം, കേരളത്തിലെയും ഭാരതത്തിലെയും ഇത്രയും ജനങ്ങള് ഗൾഫ് മേഖലയിൽ പോയി ജോലി ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ രാജ്യങ്ങളെ ഇറാൻ കയറി ആക്രമിക്കുമ്പം ആ ഇറാന്റെ കടന്ന മറ്റൊരു കാര്യം ഓർക്കണം, അമേരിക്കയും ഇസ്രായേലും കടന്നാക്രമിക്കുകയല്ല ചെയ്തത്, അവര് പ്രതിരോധിക്കുക ചെയ്തത്. ആദ്യം ഇറാൻ ആണല്ലോ. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ കയറി ചൈനയുടെ നിർദ്ദേശവും സഹായവും സ്വീകരിച്ചുകൊണ്ട് ഇറാന്റെ ആളുകള്, ആ ഹമാസ് തീവ്രവാദികള് അവിടെ നടത്തിയ കൊടും ക്രൂരതയ്ക്കുള്ള മറുപടി. ആ മറുപടി അത് തന്നെയല്ല, ബേൺ അമേരിക്ക, ബേൺ പാകിസ്ഥാൻ, ബേൺ ഇസ്രായേൽ എന്ന് പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ ഈ ഒരു ലേഖനം, കേസരിക്കകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചു, ഡിജിറ്റൽ ക്ലോക്ക്. 2040 ഇപ്പുറം ഇസ്രായേൽ ഉണ്ടാവില്ല. ഇല്ലാത്ത അവസ്ഥയാക്കാൻ വേണ്ടി ഇനിയും 15 വർഷം 10 മാസം കൗണ്ട് ഡൗൺ. അവരെ മാത്രമല്ല, അമേരിക്കയോ ഇസ്രായേലിനെ മാത്രമല്ല, അല്ലെങ്കിൽ മതപരമായിട്ട് വന്ന ക്രിസ്ത്യാനിയെ മാത്രമല്ല, ഇന്ത്യക്കും യഹൂദനെ മാത്രമല്ല, ഇസ്ലാം അല്ലാത്ത എല്ലാരെയും മനസ്സിലായി, മുസ്ലിം അടക്കം ഷിയ അല്ലാത്തവരെന്നാണ് പറയുന്നത്. ഈ മുഴുവൻ പേരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇറാൻ പോലൊരു രാജ്യത്ത് ഇന്നും പട്ടിണിയും പരിവട്ടവുമാണ്. ജനുവരിയില് സമരം ചെയ്ത 10,000-ങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. അവിടെ ആവശ്യമുള്ള അവിടെ ആഘോഷിക്കുകയാണ്. അവിടെ ആവശ്യമുള്ള ഒരു വികസനവും ഇല്ല. ആകെപ്പാടെ ഉള്ളത് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോണും ബോംബും ഒക്കെയാ. അതുപോലെ ബോംബുണ്ടാക്കാൻ വേണ്ടിയുള്ള ആ എൻറിച്ച്മെന്റും അതൊക്കെ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അതാണ് ഒരു രാജ്യത്തിന് വേണ്ടത്. കിട്ടാനുള്ള ഓയില് 90% ചൈനയ്ക്ക് കൊടുത്തിട്ട് ചൈനയുടെ കിട്ടുന്ന ഈ വില കുറഞ്ഞ ആയുധങ്ങളും മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം വരാതിരിക്കുന്നു. ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറില് ചൈനയുടെ ആയുധങ്ങളും ആളെയും കൊടുത്തിരുന്നു. അവർ രണ്ടുപേരും പരാജയപ്പെട്ടതുപോലെ യുദ്ധം കഴിയുമ്പം പുറത്തു വരും. എത്ര ചൈനക്കാരൻ ആ ഇറാനിലെ ബങ്കറുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടെന്നാണ്. ചൈനീസ് എഞ്ചിനീയർമാർ കാണും, ചൈനീസ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് കാണും.
അത് സംബന്ധിച്ച വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ശവം പോലും കൊടുത്തിട്ടില്ല. വീട്ടുകാർ 2-3 പേരെ മരിച്ചതിന് വീട്ടുകാർ ശവം ചോദിച്ചപ്പോഴത്തേക്ക് കാശ് കൊടുത്തിട്ട് പറഞ്ഞു കാശ് മേടിച്ചു കൊണ്ടായിരുന്നു. ശവം ചോദിച്ചാൽ നിങ്ങളും ശവമാകുമെന്നാണ് ചൈനയിൽ നിയമം. നമ്മൾ കണ്ടിട്ടില്ലേ? ഭാരതം തന്നെ കൊന്നില്ലേ? നമ്മള് പണ്ട് ഇവിടെ ലഡാക്കില് കയറി വന്ന 20 നമ്മളെ ജവന്മാരെ കൊന്നപ്പോ 120 പേരെയാണ് അവരുടെ കൊന്നത്. ആ കൊന്നവരുടെ പേര് പോലും അവിടെ ആ വ്യത്യാസമുള്ളത്. അമേരിക്ക 3 പേര് മരിച്ചപ്പോഴേ അമേരിക്കയിൽ ജനവികാരം ഇളകി. ചൈനയിൽ എത്ര പേരെ കൊന്നാലും അവർക്ക് മനുഷ്യനൊന്നും ഒരു വില, അവരുടെ നാട്ടുകാരാണേലും പുറത്തുള്ളവരുടെ വിലയില്ല. അപ്പം ഈ യുദ്ധം വന്നു കഴിയുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച സാന്ദർഭികമായിട്ട് പറഞ്ഞതാ. ഇറാനിലെ ബങ്കറുകളിൽ മനുഷ്യാവശിഷ്ടങ്ങൾ അന്വേഷിച്ചു പോയാൽ ഇസ്രായേലിലോ അമേരിക്കയിലോ മരിച്ചതിന്റെ 10 ഇരട്ടിയെങ്കിലും പാവപ്പെട്ട ചൈനക്കാരന്റെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടാണ് പറയുന്നത് ഡിയോഗ കാർഷിയിലേക്ക് അവിടുന്ന് മിസൈൽ അയക്കാൻ പറ്റി. ഇതൊന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ ചെയ്യുന്നത് ഇറാന് കഴിവില്ലാത്തൊരു മേഖലയിലേക്ക്, പ്രതിരോധിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ കിടന്ന് ഉണറുന്ന ഇറാനെ ആവശ്യമില്ലാത്ത തരത്തിൽ പ്രലോഭിപ്പിച്ച് യുദ്ധത്തിനിറക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. രണ്ടാമത് വേറൊരു കാര്യം, ഇത്തിരി വിഷയം വിട്ടുകൊണ്ട് പറയാം. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഇടപെടലിന്റെ കാര്യം അതാണ്. മോദി ഇടപെടണമെന്ന് ആരെല്ലാം ആവശ്യപ്പെട്ടാൽ ഇടപെടും. അല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞ് ഓഫർ കൊടുക്കാൻ മോദിക്കില്ല. അത് തന്നെയല്ല, ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു, നരേന്ദ്രമോദിയെ വിളിച്ച് ബ്രീഫ് ചെയ്തു. യുദ്ധത്തിന് മുമ്പ് ഇസ്രായേലിലോട്ടും വിളിച്ചു പോയി. അതാണ് ഇപ്പൊ കുഴപ്പം പറയുന്നത്. രണ്ടാമത്തെ ദിവസം യുദ്ധം സ്റ്റാർട്ട് ചെയ്തല്ലോ. തിരിച്ചു ഞാൻ ചോദിക്കാം. 1962 ഭാരതത്തിലെ ചൈന ആക്രമണത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പി.ടി. രണദിവെ ചൈനയുടെ അംബാസഡറെ കാണാൻ വേണ്ടി എംബസി പോയായിരുന്നു. അങ്ങനെ പോയാണ് യുദ്ധം അറേഞ്ച് ചെയ്തത് എന്നാണ് ശരി. അതുപോലെ ഡോക്ലാം ഇഷ്യൂ ഭാരതത്തിലുള്ള അടുത്ത കാലത്ത് അതുണ്ടാകുന്നതിന് തൊട്ട് 2 മാസം മുമ്പ് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ചൈനയുടെ അംബാസഡറെ കണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോ പറഞ്ഞായിരുന്നു ചൈന കയറി ആക്രമിച്ചോളാൻ. അങ്ങനെയൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും തിരിച്ചും മറിച്ചും പറയാനുണ്ട്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചതാണ്, അഞ്ചനിക്ക് ഓർമ്മ കാണുമല്ലോ, എന്താണ് കൊമേനിയെ കണ്ടോളൻസ് ആരും തിരിച്ചു ചോദിച്ചില്ല. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പം ഈ കൊമേനി ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേറെ കാരണമുണ്ടല്ലോ. അല്ല, ആ ഇന്ദിരാഗാന്ധിക്ക് ഒരു അനുശോചന അയക്കാൻ വേണ്ടി കൊമേനി തയ്യാറായില്ല. എന്താ കാരണം? അവരുടെ തന്നെ മിലിറ്റൻസ് ആണ് ഇവിടെ വന്നിട്ട് ഇവരെ കൊന്നത് ഖാലിസ്ഥാൻ. ആ ഖാലിസ്ഥാനുമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഖാലിസ്ഥാനികൾക്ക് വേണ്ടി അവരുടെ പക്ഷത്ത് നിൽക്കുന്നതായതുകൊണ്ടായിരുന്നോ ഇറാനിലെ കൊമേനി ഇന്ദിരയുടെ മരണത്തിന് കൺട്രോൾ സഹിക്കാഞ്ഞത്? അല്ലെങ്കിൽ തന്നെ പിന്നീട് ഭാരതം നയതന്ത്ര ഉദ്യോഗസ്ഥന് പോയിട്ട് കൺട്രോൾ സഹിച്ചു. അതിനു 10 രാജ്യങ്ങളാണ്. ഇനി ചൈനയുടെ കൺട്രോൾ വായിച്ചു നോക്കട്ടെ. ചൈന അതിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കട്ടെ. മരണത്തിന് അനുശോചനം രേഖപ്പെടുത്തിയൊരു ഫോർമാലിറ്റി. അതിനപ്പുറം ചൈന പോലും ഇടപെട്ടിട്ടില്ല. പിന്നെ എന്താണ് ഭാരതം ഇക്കാലത്ത് ഇടപെടണം? നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് അമേരിക്കയെ പ്രകോപിപ്പിക്കണം, ഇസ്രായേലുമായിട്ട് അകത്തണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഭാരതത്തിലുള്ള ബന്ധം അത് മോശമായി കഴിഞ്ഞാൽ ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ചൈനയുടെ ചാരന്മാരായി എന്നും നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കും ആ സാഹചര്യത്തെ ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഭാരതം ഈ സന്ദർഭത്തില് നയതന്ത്രപരമായിട്ട് സകാരാത്മകമായിട്ട് ഇടപെടുന്നു. അതെ, നല്ല നിലപാടാണ്.
പ്രത്യേകിച്ചും റഷ്യയിലെ വ്ളാഡിമിർ പുടിനുമൊക്കെ ആയി ബന്ധപ്പെട്ടും മറ്റ് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും ഗൾഫ് രാജ്യങ്ങളിലെ തലവന്മാരുടെ ബന്ധപ്പെട്ടുമൊക്കെ ഈ സമയത്ത് കഴിയുന്നത്ര യുദ്ധത്തിന്റെ കെടുതി ലോകത്തിന് കുറയ്ക്കാൻ വേണ്ടി കോവിഡ് കാലത്ത് ചെയ്തതുപോലെ ഉള്ള പോസിറ്റീവ് ഇന്റർവെൻഷൻ, സകാരാത്മക ഇടപെടലാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തെ വർദ്ധിപ്പിക്കാനല്ല. വേറെ കാര്യം പറയാം, സ്വാഭാവികമായിട്ട് മധ്യസ്ഥതയ്ക്ക് എടുത്തിയാളെ പോയി കഴിഞ്ഞാല് ഇറാനെ വിശ്വസിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. ട്രംപിന്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ ഇടപാടിനകത്ത് മധ്യസ്ഥതയ്ക്ക് ഒരു മീഡിയേറ്റർ റോള് എടുക്കാതിരിക്കുകയാണ്. എന്നിട്ട് കണ്ടത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്ക ഭാരതത്തിന്റെ മിത്രമല്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് പാരപണിയുന്ന രാജ്യമാണ് അമേരിക്കയും. ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ സംഭാഷണം അങ്ങനെ തന്നെ. ചൈനയും നമുക്ക് എതിരുള്ള രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഇറാന്റെ മേഖലയിൽ നടക്കുന്നു. അതിനിടയ്ക്ക് കിടന്ന് പാകിസ്ഥാൻ ഞെരിഞ്ഞ് പൊളഞ്ഞു തീരുന്നു. കാരണം സൗദിയായിട്ട് കരാറുണ്ട്. ഇറാൻ സൗദി ആക്രമിക്കുമ്പം സൗദിയോടൊപ്പം നിൽക്കേണ്ട ചുമതല പാകിസ്ഥാനുണ്ട്. അതിനുവേണ്ടി പണം വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റത്തില്ല. ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകാൻ പറ്റില്ല സൗദിക്ക് വേണ്ടി. അതേ സമയത്തിന് അഫ്ഗാനിസ്ഥാൻ കയറി ആക്രമിക്കുന്നു. എല്ലായിടത്തുനിന്നും കൂടി ആക്രമണം. ഇത് ഈ തരത്തിൽ പാകിസ്ഥാന് തകർച്ച നേരിടുന്നു. ചൈനയാണെങ്കിൽ ചൈനയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത അബദ്ധത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളില് വെനസ്വേലയിലും ക്യൂബയിലും മെക്സിക്കോയിലും ഒക്കെയുള്ള അവരുടെ പിടി അയഞ്ഞിരിക്കുന്നു. ഭാരതത്തിനടുത്തുള്ള നേപ്പാള്, ബംഗ്ലാദേശ്, പാകിസ്ഥാനെ പോലെ ഇന്ന് ചൈനയെക്കാട്ടി കൂടുതൽ അമേരിക്കയ്ക്കാണ് സ്വാധീനമുള്ളത്. ശ്രീലങ്ക, മാലിദ്വീപ്, ഇവിടെ എല്ലാം ചൈനയ്ക്ക് ഇതിനു മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിൽ ചൈനയുടെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അങ്ങനെ. അതിനകത്ത് ഭാരതത്തിനും പല പ്രീകോഷൻസ് എടുക്കേണ്ടതുണ്ട്. അമേരിക്ക ഇവിടെ വരുന്ന ഭാരതത്തിന് നല്ലതൊന്നുമല്ല. എങ്കിലും നമ്മുടെ പ്രധാന ശത്രുവായ ചൈനയ്ക്കും അതുപോലെ ശത്രുവായ പാകിസ്ഥാനും ലോകമാകെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് പൊതുവെയും അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പം അവര് തമ്മി പോരടിക്കുമ്പം നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ്. നമ്മൾ നോക്കിക്കാണുക. അവസാനം ആരാണോ ബാക്കി ഉണ്ടാവുക അവരോട് നല്ല ബന്ധം ഉണ്ടാക്കാൻ പോവുക. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ വീടിന്റെ വാതിൽക്ക് വന്നിട്ട് ഒരു തെരുവ് ഗുണ്ട കണ്ടമാനം അട്ടഹസിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്, അനാവശ്യ ഭാഷ പറയുന്നുണ്ട്. ഒരു ദിവസം ഓക്കെ, നമ്മളൊന്നും പറയാൻ പോയില്ല, നമ്മൾ അകത്തിരുന്ന് കേട്ടു സഹിച്ചു, നിശബ്ദമായിട്ടിരുന്നു. വീട്ടുകാർ ചോദിച്ചു തരാം, നിങ്ങളെന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? വി കം സൈലന്റ്. ഓക്കെ. പിറ്റേ ദിവസം വഴിയിലൊരു പേപ്പട്ടി പോകും. അതിലെ കൂടെ ആ പേപ്പട്ടിയെ കൊല്ലാൻ വേണ്ടി അയാൾ പോവുകയാണെങ്കിൽ, ഈ ഗുണ്ട പോവുകയാണെങ്കിൽ, അവൻ ഇന്നലെ ഇവിടെ ഒന്ന് തെറി വിളിച്ചവനാ. അതുകൊണ്ട് അവനെ എതിർക്കാൻ ഞാൻ പേപ്പട്ടിയുടെ കൂടെ നിൽക്കുന്ന വിവരമുള്ള ആരും തയ്യാറാവും ഇല്ലല്ലോ. അങ്ങനെ ചെയ്യാതെ മാത്രമല്ല, അവൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു വടിയെടുത്തിട്ട് നമ്മൾ അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. വടി ഇന്ന പിടിച്ചു കൊടുത്തോളൂ, ഇല്ലേ? നമ്മളെ കൂടെ നിർത്തുകയാണ്. ഈ സമയത്ത് ആരെങ്കിലും വന്നിട്ട് പറയുകയാണ്, പട്ടിയെ കൊല്ലരുത്, പശുവിനെ കൊല്ലണമെന്നും തിന്നണമെന്ന് പറയുന്ന കൂട്ടുണ്ടല്ലോ, അവര് തന്നെ ഒന്ന് പറയും പട്ടിയെ കൊല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നതിന്റെ കൂടെ പോവോ? നമ്മൾ വിചാരിക്കുന്നത് ഈ പേപ്പട്ടിയെ ആ ഗുണ്ട തല്ലിക്കൊല്ലട്ടെ. ആ തല്ലിക്കൊല്ലുന്ന കൂട്ടത്തില് അതിനിടയ്ക്ക് അയക്കൊരു കടി കിട്ടിയാൽ അതും കൈക്ക് കിട്ടിക്കോട്ടെ. അപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ, ഇസ്രായേലിന്റെ കാര്യം വേറെ കേട്ടോ. ഇസ്രായേൽ ഭാരതത്തെ പോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പൊരുതി നിലനിൽക്കുന്ന രാജ്യം. ആ രാജ്യത്തോട് ഭാരതത്തിന് ഇന്നും നല്ല ബന്ധം ഉണ്ടാവണം. അമേരിക്കയുടെ കാര്യം പറഞ്ഞാല് ഇറാനും അമേരിക്കയുടെ പോരാട്ടത്തില് ഇറാൻ അതിന്റെ ആ ഭീകരവാദ ശക്തി കുറയുകയും ന്യൂക്ലിയർ പവർ അല്ലാതായി മാറുകയും അത് ജനാധിപത്യ വ്യവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ലോകത്തിന് അംഗീകരിക്കാവുന്ന സഹിക്കാവുന്ന തലത്തിലേക്ക് മാറുകയും ചെയ്താൽ, ഈ പരിശ്രമത്തിനിടയ്ക്ക്
അമേരിക്കയുടെ ശക്തിക്ക് എന്തെങ്കിലും ക്ഷതവും സങ്കല്പിക്കുകയോ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത് ചൈനയും പാകിസ്ഥാനും അവർക്കും അത്ര നല്ല നിലത്തെ സാഹചര്യം വന്നു കഴിയുമ്പം ഭാരതം അതിലൊക്കെ മറിയാണ്. ഭാരതം മറിയേണ്ടത് ഇങ്ങനെ തകർന്നുപോയ അന്തരീക്ഷത്തിൽ നിന്ന് ഇറാനെയും, ഞാൻ അടിവരായിട്ട് പറയുന്നു, ഇറാനെയും സൗദി അറേബ്യയും UAEയും ഖത്തറിനെയൊക്കെ പുനഃസൃഷ്ടിക്കേണ്ട, നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ സാഹചര്യത്തെ പുനഃസൃഷ്ടിക്കേണ്ട സാഹചര്യം വന്നെങ്കിൽ അതിന് പറ്റുന്ന സഹായം കൊടുക്കാനുള്ള, സംഭാവന ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഭാരതം ശ്രദ്ധാപൂർവം നീങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.